ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ഡിയോ വണ്ടി ജനറൽ സർവീസായിട്ട് വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമുക്കതിനകത്ത് പറഞ്ഞാൽ വർക്കുകൾ എന്ന് പറഞ്ഞാൽ ജനറൽ സർവീസ്, സ്പീഡോമീറ്റർ ചെക്ക് ചെയ്യുക, എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുക, ബാക്ക് ബ്രേക്ക് പിടുത്തം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ കീ സെറ്റ് ഇടയ്ക്ക് ലൂസായിട്ട് കിടന്ന് തള്ളി പോകുന്നത് പോലെ കാണിക്കുന്നുണ്ട്. പൊല്യൂഷൻ ടെസ്റ്റ് ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞത്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട്. വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ തന്നെ വണ്ടി നമുക്ക് ഹാൻഡിലിന് ഒരു വണ്ടി സൈഡ് വലിവ് കാണിക്കുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നു വണ്ടി ഫ്രണ്ട് എവിടെ പോയി ഇടിച്ചേക്കണായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുക. കാരണം അതിൻ്റെ ഫോർക്ക് അലൈൻമെൻറ്റ് വ്യത്യാസം വരുമ്പോൾ, അതായത് ഫോർക്ക് ബെൻഡ് വരുമ്പോൾ വണ്ടി സൈഡ് വലിക്കുന്ന പോലുള്ളൊരു കംപ്ലൈൻറ്റാണ് കാണിക്കുന്നത് കേട്ടോ. പിന്നെ ബ്രേക്ക് കംഫർട്ടല്ല, ബ്രേക്ക് ഒരു ചതഞ്ഞ രീതിയിലുള്ള ബ്രേക്ക് കിട്ടാം. ഇതൊക്കെയാണ് ഓടിക്കുമ്പോൾ കിട്ടിയ പ്രോബ്ലംസ്. ഞാൻ എൻ്റെ വണ്ടി സർവീസിനായിട്ട് കയറ്റി എൻ്റെ ബാക്ക് വീലിൻ്റെ ഭാഗം തൊഴിൽ ചെക്ക് ചെയ്യണമുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്ക് ഇതിൽ കിടക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ലൈനറാണ് ബാക്കിലത്തെ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ ബ്രേക്ക് ഒരു ചതയിൽ പോലെ കാണിക്കുന്നതിൻ്റെ കാരണം കേട്ടോ. അപ്പോൾ നിലവിൽ ബ്രേക്കിൻ്റെ കേസ് ക്ലിയർ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈനർ മാറ്റി കളയണം. പക്ഷേ ഇത് വലിയ പഴക്കമായിട്ടില്ല. അപ്പോൾ മാക്സിമം ലൈനർ ഉപയോഗിച്ചിട്ട് മാറ്റിയാലും മതി. എന്തായാലും കാശ് എടുത്ത് മേടിച്ചാണുള്ളൂ. അപ്പോൾ പരമാവധി ഉപയോഗിച്ച് നെക്സ്റ്റ് ടൈം മാറ്റി ഇടുന്ന സമയത്ത് കമ്പനി ജെനുവിൻ പാർട്സ് മേടിച്ചിട്ടാണ് ശ്രദ്ധിക്കുക. ബാക്ക് വീലിൻ്റെ ബെയറിങ്ങിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് വേറെ പറയത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല. ബാക്ക് ടയറായാലും പുതിയ ടയർ കിടക്കണം. ഹബിനും വേറെ പറയത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല. നമുക്ക് ബാക്കിൽ ഗിയർ ബോക്സിൻ്റെ ഭാഗത്ത് വരുന്ന ഈ സെൻസർ അസംബ്ലിയുടെ കംപ്ലയിൻറ്റ് കൊണ്ടാണ് സ്പീഡോമീറ്റർ വർക്ക് ചെയ്യാത്തതിൻ്റെ കാരണം കേട്ടോ. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 1000-1150 രൂപ വിലയുള്ള സാധനമാണ്, സെൻസറാണത്. അപ്പോൾ അത് മാറ്റിയാലാണ് നമുക്ക് സ്പീഡോമീറ്റർ വർക്കിംഗ് ആക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്റർ നമുക്ക് ഇതിന് കാഴ്ചയിൽ പുതിയ ഫിൽറ്ററാണ്, കമ്പനി ആയിട്ടല്ല, ഡ്യൂപ്ലിക്കേറ്റ് പാർട്സാണ് നമ്മൾ യൂസ് ചെയ്തതാണ് കേട്ടോ. പക്ഷേ പുതിയതാണ്. അപ്പോൾ പേപ്പർ ടൈപ്പ് ഫിൽറ്റർ ആയിട്ട് നമുക്ക് എയർ അടിച്ച് തൽക്കാലം ക്ലീൻ ചെയ്തിടാം. നെക്സ്റ്റ് ടൈം അടുത്ത പ്രാവശ്യം മാറ്റി ഇടുന്ന സമയത്ത് ജെനുവിൻ പാർട്സ് ഇടാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ക്ലച്ച് സൈഡ് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ക്ലച്ച് സൈഡ് അഴിച്ച് ചെക്ക് ചെയ്യുമ്പോൾ എൻ്റെ ഈ ബെൽറ്റിൻ്റെ കണ്ടീഷൻ ഗുണകരമല്ല. ബെൽറ്റിൻ്റെ ഈ സെൻറ്റർ ഭാഗത്തേക്ക് നോക്കുമ്പോൾ പൊട്ടൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബെൽറ്റ് പൊട്ട് വഴിയിൽ പെടാനുള്ള സാധ്യത കൂടുതലാണ്. കൈയോടെ ബെൽറ്റ് മാറ്റി റീപ്ലേസ് ചെയ്ത് പുതിയതിടാം. പിന്നെ അതിൻ്റെ ബാക്കിലത്തെ ഭാഗങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. പീസെറ്റ് സ്ലൈഡ് ഇത് കംപ്ലയിൻ്റ് ഉണ്ട്, പ്ലാസ്റ്റിക്കിൻ്റെ ഈ ഒരു ബുഷുകൾ, അതൊന്ന് ചേഞ്ച് ചെയ്തിടാം. ബാക്കിയത്തൊക്കെ നോർമലായിട്ടുള്ള കേസുകളൊക്കെ ഉള്ളൂ. ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. ഓയിൽ സീലുകൾക്കും പറയത്തൊക്കെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. കിക്കർ വീലൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത്. പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല. ചെറിയൊരു ലീക്കേജ് പോലെ ഉണ്ട്, പക്ഷേ അത് ഇപ്പോൾ നമുക്ക് കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചോക്കിൻ്റെ കേബിൾ, ആക്സിലേറ്റർ കേബിൾ രണ്ടും ചെക്ക് ചെയ്തിരുന്നു, വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ കാർബേറ്ററിൻ്റെ ഭാഗത്ത് വേറെ പറയത്ത കംപ്ലയിൻ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ അഴിക്കുന്നില്ല. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ബുഷുകളൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. ബാറ്ററി നമുക്കിത് ഇരിക്കുന്നത് 2024 മോഡൽ ബാറ്ററിയാണ്, ആമറോണിൻ്റെ ബാറ്ററി ഇരിക്കുന്നത്. അത്യാവശ്യം പവർഫുൾ ബാറ്ററി, ചാർജൊക്കെ ഉണ്ട്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ സ്പാർക്ക് പ്ലഗ് ഒന്ന് മാറ്റിയിടുന്നുണ്ട്. നല്ല രീതിയിൽ കാർബൺ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ചേഞ്ച് ചെയ്തിട്ടേക്കാം. സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റും മാറ്റിയിട്ടേക്കാം കേട്ടോ. എഞ്ചിൻ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്തു, കളറ് വളരെ മോശമാണ്. നമുക്ക് 100% കളർ നോക്കി പറയാൻ പറ്റില്ല. 3000 കിലോമീറ്റർ ആയിട്ടുണ്ടെങ്കിൽ ഓയിൽ മാറ്റാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ പൊല്യൂഷൻ ടെസ്റ്റാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയും വർക്കാണ് മെയിനായിട്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇടാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ.